ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ അതിന് ചിലപ്പോൾ ഗ്യാസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാമെന്ന് കേട്ടോ. അതിന് ശേഷം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിലൊന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടിപ്പിടിക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആവട്ടെ. അപ്പോൾ അതേ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലാവശ്യമുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിലാവശ്യമുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇതിനൊരു മുളക് പൊടി കുറഞ്ഞു പോയാൽ, എരിവ് കുറഞ്ഞു പോയാൽ ഒരു മധുരിക്കുന്ന ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. അതിന് ശേഷം പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇതിലധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കായി വരാൻ കുറച്ച് വെള്ളം ഒഴിക്കാനേ പാടുള്ളൂ. നിറയെ വെള്ളം ഒഴിച്ചാൽ അത് കുഴഞ്ഞ ഒരു രൂപത്തിലാവും. അതുകൊണ്ട് പാകത്തിന് മാത്രം ചേർക്കുക. എന്നിട്ട് വെള്ളം വറ്റി വരട്ടെ. അതിന് ശേഷം ഉരുളക്കിഴങ്ങിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ചെയ്യുമ്പോൾ തീ വളരെ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ചെറു തീയിൽ തന്നെ ഇതിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇടയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വിടുക. അപ്പോൾ കുറച്ചൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയും അല്ലാതെ തനിയെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.